സൗദി അറേബ്യ WWE ഇപ്പോൾ ഒരു പുതിയ ഡീൽ സൈൻ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഡീലിൽ ഒരു വലിയ പ്രശ്നമുണ്ട്. അത് എന്താണെന്ന് ഈ വീഡിയോയിൽ പറയാം. അതിനോടൊപ്പം എന്തുകൊണ്ടാണ് ബാക്ക് ക്ലാഷിൽ ജേക്കബ് ഫോർട്ട് വരാതിരുന്നത്, അതിന്റെ ശരിയായ കാരണം ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നോക്കുന്നതിനേക്കാൾ മുൻപായിട്ട് ഡീൻ ആംബ്രോസിന്റെ മാച്ച് കഴിഞ്ഞ ദിവസം WWE അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഡീൻ ആംബ്രോസ്, റോമൻ റെയിൻസ് ഇവർക്ക് വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പ് മാച്ച് നടന്നിരുന്നു. അതും സർവൈവർ സീരീസിൽ ആ മാച്ച് WWE ഫുള്ളായിട്ടും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഡീൻ ആംബ്രോസ് ഉടനെ റിട്ടേൺ ചെയ്ത് ഷീൽഡ് റീയൂണിയൻ ചെയ്യും. ഡീൻ ആംബ്രോസ് AEW അവസാനിപ്പിച്ചുകൊണ്ട് WWE വരും എന്നൊക്കെ. അപ്പോൾ അത്തരത്തിൽ ന്യൂസ് ഒന്നും കണ്ട വിശ്വസിക്കേണ്ട. കാരണം ആംബ്രോസ് 2027 വരേക്കും AEW തന്നെയായിരിക്കും ഉള്ളത്. അതിനുശേഷം അദ്ദേഹത്തിന് തോന്നാണ് WWE വരണമെന്ന്. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഷീൽഡ് റിയൂണിയൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടക്കൂ. അപ്പോൾ WWE ഡീൻ ആംബ്രോസുമായിട്ടുള്ള പ്രശ്നം ഇതുകൊണ്ട് അവസാനിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാൻ സാധിക്കും. കാരണം ഡീൻ ആംബ്രോസ് വരുന്ന ഒരുവിധം എല്ലാ സ്ഥലങ്ങളിലും WWE ഡ്രീം ചെയ്തുകൊണ്ടും ബ്ലർ ചെയ്തുകൊണ്ടൊക്കെയാണ് കാണിക്കാറുള്ളത്. എന്നാൽ ഡീൻ ആംബ്രോസിന്റെ ഫുൾ മാച്ചാണ് ഇപ്പോൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആംബ്രോസ് വരാം അല്ലെങ്കിൽ ഷീൽഡ് റിയൂണിയൻ ചെയ്യുക, ഇതെല്ലാം 2027 ശേഷമായിരിക്കും. ഇനി എന്തുകൊണ്ടാണ് ബാക്ക് ക്ലാഷിൽ ജേക്കബ് ഫോർട്ട് വരാതെ ടോങ്ക ലോവയെ WWE കൊണ്ടുവന്നത് എന്ന് നോക്കാം. അപ്പോൾ ശരിക്കും ഇവർ ചെയ്ത പ്ലാൻ ജേക്കബ് ഫോർട്ടിനെ വേഗം കൊണ്ടുവരാൻ വേണ്ടിയിട്ടായിരുന്നു. എന്നാൽ സോളോ സിക്കാവയുടെ വെയിറ്റ് അല്ലെങ്കിൽ ആ ഒരു ഹൈപ്പ് എല്ലാം പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ജേക്കബ് ഫോർട്ടിനെ ഇപ്പോൾ കൊണ്ടുവരാത്തത് എന്നാണ് നമ്മൾക്ക് അറിയാൻ സാധിക്കുന്നത്. അതായത് ഈ ഒരു റെസ്ലർ മറ്റു കമ്പനികളിൽ വളരെയധികം ഫേമസ് ആണ്. അതായത് സോളോ സിക്കാവയേക്കാൾ മുകളിൽ വരും മൈ സ്കില്ലും പെർഫോമൻസും എല്ലാം വെച്ചുകൊണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു റെസ്ലറെ ഈ ഒരു ടീമിൽ കൊണ്ടിട്ട് സോളോ സിക്കാവനെ നേതാവാക്കിയാൽ സെറ്റാവില്ല എന്ന് WWEക്ക് മനസ്സിലായതുകൊണ്ടാണ് സോളോ സിക്കാവയ്ക്ക് നല്ല പുഷ് കൊടുത്തതിന് ശേഷം ജേക്കബ് ഫോർട്ടിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇവർ പ്ലാൻ ചെയ്തിട്ടുള്ളത്. എന്തായാലും സോളോ സിക്കാവ ഇത്തിരി സെറ്റാകുമ്പോൾ ജേക്കബ് ഫോർട്ടിനെ WWE കൊണ്ടുവരും. അപ്പോൾ ഈ ഒരു കാരണം കൊണ്ടാണ് ജേക്കബ് ഫോർട്ട് ബാക്ക് ക്ലാഷിൽ വരാതിരുന്നത്. നോക്കാം സോളോ സിക്കാവയുടെ പുതിയ ബ്ലഡ് ലൈൻ എങ്ങനെ പോകുമെന്ന്. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ റോമൻ റെയിൻസ് ഇനി റിട്ടേൺ ചെയ്യണമെങ്കിൽ ജെ യുസോ, ജിം യുസോ റീയൂണിയൻ ചെയ്തതിന് ശേഷം മാത്രമേ റോമൻ റെയിൻസ് റിട്ടേൺ ചെയ്യൂ എന്നാണ് കുറച്ച് ദിവസം മുൻപെല്ലാം ന്യൂസ് വന്നത്. കറക്റ്റായിട്ടൊന്നും ഇപ്പോൾ വീഡിയോ ചെയ്യാൻ സാധിക്കുന്നില്ല, അതുകൊണ്ടാണ് ഈ വീഡിയോയിൽ ഇങ്ങനെ പറഞ്ഞത്. അപ്പോൾ ജെ യുസോ, ജിം യുസോ റീയൂണിയൻ ചെയ്യുകയാണെങ്കിൽ റോമൻ റെയിൻസിൻ്റെ റിട്ടേൺ ഏത് നിമിഷം വേണമെങ്കിലും നടക്കാം. ഇവർ റീയൂണിയൻ ചെയ്യുമോ എന്ന് ചോദിച്ചാൽ 100% റീയൂണിയൻ ചെയ്യും. ഇനി സൗദി അറേബ്യ WWE സൈൻ ചെയ്ത പുതിയ ഡീൽ എന്താണെന്ന് പറയാം. നമ്മൾക്കറിയാം ഏകദേശം 10 വർഷത്തേക്ക് ഇവരൊരു ഡീൽ സൈൻ ചെയ്തിട്ടാണ് ഇപ്പോൾ ക്രൗൺ ജുവൽ, നൈറ്റ് ഓഫ് ചാമ്പ്യൻ അല്ലെങ്കിൽ എലിമിനേഷൻ ചേംബർ, ക്ലാഷ് ഓഫ് ചാമ്പ്യൻസ്, കിങ് ആൻഡ് ക്വീൻ ഓഫ് ദ റിംഗ് ഇങ്ങനെ പേപ്പർ വ്യൂസ് എല്ലാം സൗദിയിൽ WWE നടത്തുന്നത് എന്ന്. എന്നാൽ ഇപ്പോൾ സൗദി ടീം പുതിയതായി സൈൻ ചെയ്തിട്ടുള്ള ഡീലിൽ പറയുന്നത് ഇവർക്ക് ഈ സ്പെഷ്യൽസ് മാത്രം പോരാ, വർഷത്തിൽ 3 സ്പെഷ്യൽസ് ആക്കണമെന്നും അതുപോലെ തന്നെ WWEയുടെ ഏറ്റവും വലിയ 2 സ്പെഷ്യൽസായ റോയൽ റംബിൾ അല്ലെങ്കിൽ റെസൽമേനിയ ഇതിൽ ഏതെങ്കിലും ഒരു സ്പെഷ്യൽസ് സൗദിയിൽ നടത്തണം എന്നൊക്കെയാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ റെസൽമേനിയൊക്കെ സൗദിയിൽ നടന്നാലുള്ള അവസ്ഥ ചിന്തിക്കാൻ വയ്യ. അതായത് ആരാധകർ വരില്ല എന്നല്ല, റെസൽമേനിയ സൗദിയിൽ വിടാതെ നടത്തുന്നതായിരിക്കും നല്ലത്. റോയൽ റംബിൾ അവിടെ വെച്ചാലും ഇത് തന്നെയായിരിക്കും അവസ്ഥ. അതായത് നമ്മൾക്ക് ഇവിടെ കിട്ടുന്ന ആ ഒരു സപ്പോർട്ടും ചിയറൊക്കെ അവിടെ കിട്ടുമോ എന്നുള്ളത് ഡൗട്ടാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ സൗദിയിലാണ് റോയൽ റംബിൾ അല്ലെങ്കിൽ റെസൽമേനിയ നടക്കാൻ ചാൻസ് ഉള്ളത്. ഇതിൽ ഏറ്റവും കൂടുതൽ ചാൻസ് 2025 റോയൽ റംബിൾ നടത്താനായിരിക്കും എന്നാണ് ഇപ്പോൾ പറയുന്നത്. കാരണം റെസൽമേനിയയുടെ സ്ഥലവും ഡേറ്റും WWE ഓൾറെഡി കൺഫേം ചെയ്തു. അതുകൊണ്ട് റോയൽ റംബിൾ ചിലപ്പോൾ സൗദിയിൽ നടത്തിയേക്കാം. എന്തായാലും നമുക്ക് നോക്കാം. ഇനി സൗദിയിൽ നടക്കാൻ പോകുന്നത് ഈ മാസം തന്നെ കിങ് ആൻഡ് ക്വീൻ ഓഫ് ദ റിംഗ് ആണ്. അപ്പോൾ ആ സ്പെഷ്യൽസിന് എത്രമാത്രം ഫാൻസ് സപ്പോർട്ട് ചിയർ ഇതെല്ലാം കിട്ടുമെന്ന് നോക്കാം. റെസൽമേനിയ അല്ലെങ്കിൽ റോയൽ റംബിൾ സൗദിയിൽ നടക്കുന്നതിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക.